ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് ഇഡ്ഡലിയാണ് കേട്ടോ. മാവൊന്നും മരച്ച് മണിക്കൂറോളം പുളിപ്പിക്കാനൊന്നും വെക്കാതെ ഉടനടി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓളും മറക്കാതെ ഒന്ന് പ്രസ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. 1 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ അവലും കൂടിയാണ്. 1 കപ്പ് അളവിൽ റവ എടുക്കുമ്പോൾ 1 കപ്പ് അളവിൽ അവലും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതായത് നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ അരച്ചെടുക്കണം എന്നുള്ള ആവശ്യമില്ല. ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ചെറിയൊരു തരിതരിപ്പോട് കൂടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നല്ല കട്ടി തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അധികം പുളിയില്ലാത്ത എന്നാൽ ചെറിയ പുളിയോട് കൂടിയിട്ടുള്ള തൈര് വേണം നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. തൈര് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഈ കട്ടയൊക്കെ തൈരിൻ്റെ കട്ടയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. 1 മിനിറ്റ് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരല്പസമയം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ആ തൈരിൻ്റെ ആ ഒരു കട്ടയൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റവയും അവലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. റവയും അവലും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് അളവിലാണ് ആദ്യം വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നമുക്കൊന്ന് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് കട്ടയൊന്നും ഇല്ലാതെ ഞാനിപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഇനി വെള്ളം ചേർക്കുന്നത് വളരെ കുറച്ചായിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ. ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് കേട്ടോ ഇപ്പോൾ ഇതുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ അവലും അതുപോലെ തന്നെ റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി ഇതൊന്ന് തിക്കാവും കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മുടെ ഈ മാവ് നോക്കുമ്പോഴത്തേക്കും നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി കട്ടിയായിട്ട് കുറച്ചും കൂടി തിക്കായിട്ടാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എങ്ങനെയാണോ ഇഡ്ഡലി ബാറ്ററിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുന്നത് ആ ഒരു രീതിക്ക് തന്നെ ചേർക്കാവുന്നതാണ്. ഇനി ഒരു 1/4 കപ്പ് അളവിൽ കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത്രയ്ക്കും തിക്കായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി കൂടുതൽ വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ ഈ മാവിനും ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി, സോഡാപ്പൊടി, അതായത് നമ്മൾ ഈ അപ്പത്തിലൊക്കെ ചേർക്കില്ലേ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഇഡ്ഡലി തയ്യാറാക്കുന്നതിൻ്റെ പേരിലാണ് ഒരല്പം സോഡാപ്പൊടി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും നല്ല രീതിക്ക് തന്നെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഇനി നമുക്കിത് വേഗം തന്നെ ഇഡ്ഡലി തട്ടിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം മാവ്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഈ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ. അതായത് കൂടുതൽ വെള്ളം ചേർക്കരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇത്രയ്ക്ക് മാത്രമേ വെള്ളം ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മസ്ലിൻ ക്ലോത്ത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതായത് എൻ്റെ ഇഡ്ഡലി തട്ടിൽ ഇതുപോലെ ഒരു ഹോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഹോൾ ഉള്ളത് കാരണം ഇതുപോലൊരു ക്ലോത്ത് ഇട്ട് കൊടുത്തിട്ടേ നമുക്ക് അതിലേക്ക് മാവ് ചേർക്കാൻ പറ്റുള്ളൂ. അതല്ല നമ്മൾ സാധാരണ എങ്ങനെയാണോ മാവ് ചേർക്കുന്നത് ഈ ക്ലോത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ചേർക്കാൻ പറ്റുന്ന ഇഡ്ഡലി തട്ടാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് തന്നെ ചേർക്കാവുന്നതാണ്. ഇതുപോലെ മാവെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ഇതൊന്ന് ആവിച്ചെമ്പിലേക്ക് വെക്കാം. ആവിച്ചെമ്പിൽ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ തട്ട് വെക്കാവുന്നതാണ്. ഇനി ഇതൊരു 10 മിനിറ്റ് ആവിയിൽ ഇങ്ങനെ ഒന്ന് വേകട്ടെ. നമ്മളിതിപ്പോൾ ഒന്ന് ആവിയിൽ വേകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ ഇഡ്ഡലി എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാവുന്നതാണ്. മാവൊന്നും പുളിപ്പിക്കാൻ വെക്കാതെ വളരെ സോഫ്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റവ ഇഡ്ഡലിയാണ് കേട്ടോ ഇത്. നമുക്കിതിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും സൈഡ് ഡിഷായിട്ട് എടുക്കാവുന്നതാണ്. ചമ്മന്തിയോ സാമ്പാറോ ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും സൈഡായിട്ട് എടുക്കാം.
ഞാൻ പറഞ്ഞതുപോലെ മാവ് അരച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് ഇഡ്ഡലി കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ റവ ഇഡ്ഡലി തയ്യാറാക്കാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. എത്ര രുചികരമായിട്ടും എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്. ടാറ്റാ.